ഹലോ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബിസി ഈവനിങ് ആണ് കേട്ടോ. ശരിക്കും എനിക്ക് ബിസി ഈവനിങ് ഒക്കെ വരുന്നത് സൺഡേ വൈകുന്നേരമാണ് കേട്ടോ. ഞായറാഴ്ച വൈകുന്നേരമാണ് എനിക്ക് ഏറ്റവും തിരക്കുള്ള ഒരു വൈകുന്നേരമൊക്കെ ആയി കിട്ടുന്നത്. കാരണം പിന്നെ വരുന്ന ഒരാഴ്ചയിലേക്ക് വേണ്ട ഇഡ്ഡലിമാവും ദോശമാവും വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ അരച്ച് വെക്കണം, പച്ചക്കറി അരിഞ്ഞ് ബോക്സിലാക്കണം, അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ സൺഡേ ആയിരുന്നു ചെയ്യുന്നത്. പിറ്റേ വരുന്ന ആഴ്ചയിലേക്ക് എൻ്റെ പണികൾ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച ഒരു ദിവസം കുറച്ച് കഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് അവക്കുട്ടി ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവനിങ്ങനെ കളിച്ച് നടക്കണോണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ സൗണ്ടൊക്കെ ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കിടന്ന് ഒച്ചയെടുക്കുന്നത്. അപ്പോൾ ആരുഷിനെ വിട്ടിട്ടില്ല കേട്ടോ. ഞാൻ മൺഡേ ആണ് ശരിക്കും. അപ്പോൾ ഇന്ന് ആരുഷിനെ വിട്ടിട്ടില്ല. കാരണം ഇന്നലെ ഞങ്ങളൊരു ഗേൾസ് ട്രിപ്പ് പോയി, മൂന്നാർ വട്ടവടയൊക്കെ ആയിട്ട്. ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റ്, നല്ല ചില്ലായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ചാവാറായി. നല്ല വൊമിറ്റിങ്. തിരിച്ച് ആ ചുരം ഇറങ്ങുമ്പോഴേക്കും വൊമിറ്റിങ് തുടങ്ങിയിട്ട് ഒരു രക്ഷയില്ല. വീട്ടിൽ വന്നിട്ടും വൊമിറ്റിംഗ് ആയിരുന്നു, തലവേദനയും ആകെ വയ്യാണ്ടായി കേട്ടോ. രാവിലെ എന്തേതോ തല പൊങ്ങനെ ഉണ്ടായിരുന്നില്ല. ഉണ്ണി രാവിലെ എഴുന്നേറ്റ് പോയി, എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. കൊച്ചിന് അപ്പോൾ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കണ്ണ് തുറന്നു, എന്നാലും എനിക്ക് പറ്റണില്ല, ഭയങ്കര തലവേദനയായിരുന്നു. അപ്പോൾ അവനെ വിട്ടില്ല. അതുകൊണ്ട് അവനുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നേരമൊക്കെ കിടക്കാൻ പറ്റി കേട്ടോ. കൊച്ചിനെ അവൻ നോക്കിക്കോളും, ചെറുതിനെ. അമ്മ കുറച്ച് നേരം കിടക്കട്ടേടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ ഓക്കെ പറഞ്ഞ് രാവിലെ അവർക്ക് വേണ്ടത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കഞ്ഞി ഉണ്ടാക്കി കൊടുത്ത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വൈകുന്നേരം ഉണ്ടാക്കി ചോറൊക്കെ വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് കുക്കറിലടിച്ച് കഞ്ഞി കൊടുത്തു കേട്ടോ. അപ്പോൾ അവനുള്ളതുകൊണ്ടാണ് ശരിക്കും എൻ്റെ കാര്യങ്ങൾ ഈസി ആയിട്ട് നടന്നത് ഇന്നത്തേത്. പിന്നെ എനിക്ക് കുറച്ചൊരു പാർസൽ വന്നിട്ടുണ്ടായി കേട്ടോ. കുറേ നാളെ, 1 വർഷത്തോളമായിട്ട് ഞാൻ സ്കിൻ കെയറൊക്കെ സ്കിപ്പ് ചെയ്തിട്ട്. കാരണം ഇപ്പോൾ ചെയ്യാറൊന്നുമില്ല ഒന്നും. ഒന്നാമത്തെ കാര്യം ടൈം കിട്ടാൻ, രണ്ടാമത്തെ കാര്യം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ സ്കിന്നൊക്കെ ആകെ ഡാമേജ് ആയി കേട്ടോ. ഞാനപ്പോൾ ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യാം, സ്കിൻ സൈക്ലിങ് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിച്ച് അണ്ടർ റേറ്റഡിൻ്റെ കുറച്ച് പ്രൊഡക്റ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ തുണി മടക്കാനുണ്ടായിരുന്നു. ഇന്നലെ പോയതുകൊണ്ട് ഇന്നലത്തെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ അലക്കിയിട്ടതുണ്ടായിരുന്നു. അങ്ങനെ തുണി മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പോൾ ഞാനിപ്പം മുഖത്ത് ആ ഒരു പീലിംഗ് സൊല്യൂഷൻ, കെമിക്കൽ പീലിംഗ് അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ തുണി മടക്കി കഴിയുമ്പോഴത്തേക്കും അത് വാഷ് ചെയ്ത് കളഞ്ഞ് പിന്നെ ഒരു ടോണറും മോയ്സ്ചറൈസറൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് തുണി മടക്കാനിരിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൽ പോകുന്നത് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ട്യൂസ്ഡേ ആണ് ഞാൻ അമ്പലത്തിൽ പോവാറ്. ട്യൂസ്ഡേ ആണ് എനിക്ക്, എല്ലാ ട്യൂസ്ഡേ ഫ്രൈഡേ ആണ് ഞാൻ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് പോയിട്ട് വേറൊരു അത്യാവശ്യമുണ്ട്. ഇന്ന് ചെല്ലേണ്ട കാര്യം ഉള്ളതുകൊണ്ട് നാളത്തെ വഴിപാടും കൂടെ ഇന്ന് എഴുതിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് തന്നെ പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉണ്ണിയും കൂടി വന്നിട്ട് വേണം കേട്ടോ ഇറങ്ങാനായിട്ട്. സന്ധ്യ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടന്നു പോകണം. അപ്പോൾ ഉണ്ണി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയുടെ അടുത്ത് കൊണ്ട് ആക്കാൻ പറയാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നേ. പിന്നെ ചേച്ചിയുടെ പിള്ളേരുണ്ട്, അവരും ഇന്ന് വീട്ടിലുണ്ടായിരുന്നു.